ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കേക്കാണ്. അതിന് ഫ്ലെയിം ഓണാക്കി അതിലേക്കൊരു പാത്രം വെച്ച് നല്ല ചൂടായതിന് ശേഷം 1 കപ്പ് പഞ്ചസാര, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മെൽറ്റാക്കി എടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് 1 കപ്പ് ക്യാരറ്റ്, ചിരകിയ ക്യാരറ്റും കുറച്ച് നട്ട്സും ബദാമും കാഷ്യൂവും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് തണുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിനുള്ള പൊടികളെല്ലാം എടുക്കാം. അതിൽ 1.5 കപ്പ് മൈദ, ബേക്കിംഗ് സോഡ കുറച്ച്, ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്, കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര, 2 മുട്ട, കുറച്ച് വാനില എസൻസ്, 1 സ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലേക്ക് ക്യാരറ്റിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സാക്കി മുട്ടയുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ കലക്കി മിക്സാക്കി 2 സ്പൂൺ പാല് കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ എല്ലാം കൂടെ കലക്കി മിക്സാക്കിയിട്ടുണ്ട്. കേക്ക് പാത്രത്തിൽ നല്ലപോലെ എണ്ണയോ ബട്ടറോ നല്ലപോലെ തൂവിയതിന് ശേഷം അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഇതിൻ്റെ മീതെ കുറച്ച് കാഷ്യൂവും ഗ്രേപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് വയ്ക്കുന്നത്. എയറൊന്നും പോകാതെ നല്ലൊരു അടപ്പിട്ട് നല്ലപോലെ അടച്ച് വയ്ക്കുക. എനിക്കൊരു 45 മിനിറ്റ് ആയിട്ടുണ്ട് കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളി ക്യാരറ്റ് കേക്ക് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.